ഈ ഓണത്തല്ല് എന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ ഓണത്തള്ള് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. UDFന്റെ സൈബർ അണികൾ, അതായത് സതീശ ഭക്തരും പിന്നെ ചില മാധ്യമങ്ങളും അതാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓണത്തിന് സപ്ലൈകോ വഴി റെക്കോർഡ് വിൽപ്പനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടു പഠിച്ചോ, VD സതീഷിനെ കണ്ടു പഠിക്കട്ടെ ഈ പിണറായി വിജയൻ എന്ന് പറഞ്ഞിട്ടാണ് തള്ള്. എന്ന് വെച്ചാൽ ഈ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള വിൽപ്പന സപ്ലൈകോ വഴി നടക്കുന്നത് എന്നുള്ള രീതിയിലാണ് സൈബർ ഇടങ്ങളിൽ UDFുകാർ തള്ളിമറിക്കുന്നത്. മനോരമ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വാർത്ത ഇങ്ങനെയാണ്: 200 കോടി പിന്നിട്ട് സപ്ലൈകോയുടെ ഓണ വിൽപ്പന, എത്തിയത് 26 ലക്ഷം പേർ, സാധനങ്ങൾക്ക് വില കുറഞ്ഞു. മറ്റൊരു ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നത് ബമ്പർ അടിച്ച് സപ്ലൈകോ, ഓണക്കാല വിൽപ്പനയിൽ റെക്കോർഡ് നേട്ടം, ഇതുവരെ 253.20 കോടി രൂപയുടെ വിറ്റുവരവ്. ഇതിങ്ങനെ തള്ളിമറിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. മറവി മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഒരു അനുഗ്രഹമാണ്, എല്ലാവരെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹമാണ്. പക്ഷേ ചില സമയത്ത് നമുക്ക് അതൊരു ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ടാണ്? കഴിഞ്ഞ വർഷത്തെ ഓണത്തിൻ്റെ കാര്യം നമ്മൾ അങ്ങോട്ട് മറന്നു. ആ ഓണക്കാലത്ത് സപ്ലൈകോയിൽ എത്ര വിൽപ്പന നടന്നു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ മലയാളികൾ മറന്നു. അതുകൊണ്ട് അങ്ങനെ മറവി ബാധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ സതീഷിനും കൂട്ടരും കയറിയിരുന്ന് ഭരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ ഒരു വാർത്ത കാണിക്കാം. അത് ദേശാഭിമാനിയിലോ കൈരളിയിലോ വന്ന വാർത്ത കാണിച്ചാൽ നിങ്ങൾ പറയും അത് തള്ളാണ്. അതുകൊണ്ട് ഞാൻ അത് ഒഴിവാക്കിയിട്ട് മറ്റൊരു ചാനൽ അല്ലെങ്കിൽ മറ്റൊരു പത്രം എടുക്കുകയാണ്. മീഡിയ വൺ ചാനലും മാധ്യമം പത്രമൊക്കെ ആണെങ്കിൽ വിശ്വാസവും. കഴിഞ്ഞ തവണ LDFനെ തുരത്താനും UDFനെ ജയിപ്പിക്കാനും വേണ്ടിയിട്ട് എക്സ്ട്രാ ടൈം ജോലി ചെയ്ത മാധ്യമങ്ങളാണ് ഇത് രണ്ടും. അതുകൊണ്ട് മീഡിയ വൺ ചാനലിൽ വന്ന ഒരു വാർത്ത നിങ്ങളെ കാണിക്കാം. ഓണക്കാലത്ത് സപ്ലൈകോ സർവ്വകാല റെക്കോർഡിലേക്ക് ഇതുവരെ നടന്നത് 319.3 കോടി രൂപയുടെ വിൽപ്പന. എത്രയാ? 319 കോടിക്ക് മുകളിൽ വിൽപ്പന. കഴിഞ്ഞ ഓണത്തിന് 183 കോടിയുടെ വിൽപ്പനയായിരുന്നു നടന്നത്. ഈ വാർത്ത മീഡിയ വൺ റിപ്പോർട്ട് ചെയ്യുന്നത് സെപ്റ്റംബർ 1 2025 2025 അതായത് കഴിഞ്ഞ വർഷത്തെ ഓണം സെപ്റ്റംബർ 5 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓണത്തിന്റെ 4 ദിവസം മുൻപ് വന്ന വാർത്തയിൽ തന്നെ 319 കോടി രൂപയുടെ വിൽപ്പന കവിഞ്ഞിട്ടുണ്ട് സപ്ലൈകോയിൽ. ഇത് മലയാളി മറന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വാർത്ത ആഘോഷമാക്കുന്നത്. 250 കോടി കടന്നപ്പോഴേക്ക് റെക്കോർഡ് വിൽപ്പന എന്നുള്ള വമ്പൻ നുണ പ്രചരിപ്പിക്കുന്നത് മാധ്യമങ്ങൾ. ഇതാണ് UDFന്റെ സൈബർ അണികൾ അല്ലെങ്കിൽ ഈ VD സതീഷിന്റെ ആരാധകർ തള്ളിമറിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടർ ചാനൽ വാർത്ത കൊടുത്തിരുന്നു. ആ വാർത്തയും ഞാൻ കാണിക്കാം. ആ വാർത്ത കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് കഴിഞ്ഞ വർഷത്തെ വാർത്തയാണോ ഈ വർഷത്തെ വാർത്തയാണോ എന്നുള്ളത് സംശയം തോന്നും. കാരണം എന്താ വെച്ചാൽ അതിനകത്ത് ഡേറ്റ് ഇല്ല എന്നുള്ളതുകൊണ്ട്. അതുകൊണ്ട് ഞാൻ ആ വാർത്ത ഈ വർഷത്തതല്ല കഴിഞ്ഞ വർഷത്താണെന്ന് ബോധ്യപ്പെടുത്ത ഒരു കാര്യം മാത്രം പറയാം. റിപ്പോർട്ടർ ചാനലിൽ ഇപ്പോൾ ഇല്ലാത്ത ഒരു മാധ്യമ പ്രവർത്തകയാണ് സുജയ പാർവതി. അവരാണ് ഈ വാർത്ത വായിക്കുന്നത്. ആ വാർത്ത ഇങ്ങനെയാണ്: ഈ ഓണക്കാലം സപ്ലൈകോ തൂക്കി എന്ന് പറഞ്ഞാലും തെറ്റില്ല. വിലവർധന പിടിച്ചു നിർത്താൻ സപ്ലൈകോയുടെ ഇടപെടൽ സഹായിച്ചിട്ടുണ്ട്. കുതിച്ചുയർന്ന വെളിച്ചെണ്ണ വില നിയന്ത്രിക്കാനും സബ്സിഡി നിരക്കിൽ ഭക്ഷ്യോൽപ്പന്നങ്ങൾ വിതരണം ചെയ്യാനും സപ്ലൈകോയുടെ ഇടപെടൽ ഫലപ്രദമായി. വിൽപ്പനയിൽ റെക്കോർഡ് നേട്ടമാണ് സപ്ലൈകോ കൈവരിച്ചിരിക്കുന്നത്. ഇന്നലെ വരെയുള്ള കണക്കനുസരിച്ച് വിറ്റുവരവ് 319 കോടി രൂപയാണ്. അരുൺ സോളമൻ നമുക്കൊപ്പം എത്തുന്നു. ഗുഡ് ഈവനിംഗ് അരുൺ സോളമൻ. സപ്ലൈകോയിൽ സാധനമില്ല എന്നുള്ള പല്ലവിയല്ല, സപ്ലൈകോ കുതിച്ച് കയറുന്നു എന്നുള്ള ഒരു സന്തോഷകരമായ വാർത്തയാണ് ഈ ഓണക്കാലത്ത് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്, അല്ലേ? സുജയ, തീർച്ചയായിട്ടും. കാരണം സപ്ലൈകോയിൽ സാധനങ്ങൾ എത്തിയാൽ ജനങ്ങൾ ഒഴുകിയെത്തും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. കാരണം ഒരാഴ്ച പോലും ആയില്ല ഭക്ഷ്യവകുപ്പ് മന്ത്രി പറഞ്ഞത് 300 കോടി രൂപയുടെ വിറ്റുവരവാണ് ഈ ഓണക്കാലത്ത് പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇന്നലെ വരെ സുജയ സൂചിപ്പിച്ചതുപോലെ 319 കോടി രൂപയുടെ വിറ്റുവരവ് ഇതിനോടകം സംഭവിച്ചിരിക്കുകയാണ്. ഞാൻ ഇപ്പോഴുള്ളത് അട്ടക്കുളങ്ങര പീപ്പിൾസ് ബസാറിന്റെ ഗോഡൌണിലാണ്. നമ്മളെപ്പോഴും ഈ വന്ന് വാങ്ങുന്ന ഉപഭോക്താക്കൾ നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഇതിന് പിന്നാമ്പുറത്ത് പണിയെടുക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഉറക്കമില്ലാതെ രാപ്പകലില്ലാതെ അധ്വാനിക്കുകയാണ്. പാക്കിംഗ് ആണ് പ്രധാനപ്പെട്ട ഒരു കടമ്പ. കാരണം 13 സബ്സിഡി സാധനങ്ങളുണ്ട്. അതിലുപരിയായിട്ട് സപ്ലൈകോടെ തന്നെ ഗവൺമെന്റ് നൽകിയിട്ടുള്ള മിനി സിഗ്നേച്ചർ കിറ്റുകളുണ്ട്. 3 കിറ്റുകളുണ്ട്. 1000 രൂപയുടെയും 500 രൂപയുടെയും 299 രൂപയുടെയും. ഇങ്ങനെ ഈ 3 കിറ്റുകൾ സബ്സിഡി ഇനത്തിലുള്ള സാധനങ്ങൾ ഇതെല്ലാം നിറയ്ക്കുന്നതിന്റെ തിരക്കിലാണ് നമ്മുടെ അമ്മമാരും ചേച്ചിമാരും ഒക്കെ. ചേച്ചി വലിയ തിരക്കിലാണെന്നറിയാം. ഇന്നലെ എത്ര മണിക്കാണ് ഈ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് എത്തിയത്? 12 മണിയായി. അങ്ങനെ പോകുന്ന വാർത്ത ഞാൻ മുഴുവനായിട്ട് കേൾപ്പിക്കുന്നില്ല. ഭക്ഷ്യവകുപ്പ് മന്ത്രി അന്ന് പറഞ്ഞത് 250 മുതൽ 300 കോടി വരെയുള്ള വിൽപ്പനയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഓണത്തിന്റെ 4 ദിവസം മുമ്പേ 319 കോടി രൂപ കടന്നു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ വസ്തുത നമ്മൾ മറന്നുപോയത് കൊണ്ടാണ് ഈ വാർത്ത, ഇപ്പോൾ വരുന്ന വാർത്ത 250 കോടി കടന്നപ്പോഴേക്ക് ഇതാ റെക്കോർഡിലേക്ക് കടക്കുന്നു, കണ്ടു പഠിച്ചോടാ പിണറായി എന്നുള്ള രീതിയിലൊക്കെ UDFന്റെ അണികൾ വെച്ച് തള്ളുന്നത്. മറവിയാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം, അതേസമയം പ്രശ്നവും. ഇനി
എല്ലാ കാലത്തും ഇതേപോലെ ആർഭാടമായിട്ട് ഓണം ആഘോഷിക്കാൻ പറ്റിയിട്ടുണ്ടോ കഴിഞ്ഞ 10 വർഷം? ഇല്ല. അതിനു മുമ്പുള്ള കാലത്തെക്കുറിച്ച് ഞാൻ ഓർമ്മപ്പെടുത്തുന്നേ ഇല്ല. ഒരുപാട് ചാനലിൽ ഒരുപാട് വാർത്തകൾ വന്നു ഉമ്മൻചാണ്ടിയുടെ കാലത്ത്. പക്ഷേ കഴിഞ്ഞ 10 വർഷം ദുരന്തങ്ങളുടെ പെരുമഴക്കാലമായിരുന്നു. ഓക്കിയും നിപ്പയും 2 പ്രളയവും ഉരുൾപൊട്ടലും അങ്ങനെ ഒരുപാട് ദുരന്തങ്ങളെ അതിജീവിക്കേണ്ടി വന്ന ഒരു സർക്കാരായിരുന്നു. ആ ഘട്ടത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പിന്തുണയും കിട്ടിയില്ല എന്ന് മാത്രമല്ല, സംസ്ഥാനത്തിന് അർഹതപ്പെട്ട നികുതി വിഹിതം പോലും കിട്ടാത്ത ഒരവസ്ഥയിൽ വലിയ പ്രയാസങ്ങൾ നേരിട്ട കാലഘട്ടമുണ്ടായിരുന്നു. അപ്പോഴും ജനങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ സർക്കാരിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ ഈ കിറ്റ് കൊടുത്തിട്ടും, അതായത് ഈ പ്രളയ സമയത്തൊക്കെ മുഴുവൻ ആളുകൾക്കും കിറ്റ് കൊടുക്കും. കൊറോണ കാലത്തൊക്കെ മുഴുവൻ ആളുകൾക്കും കിറ്റ് എത്തിച്ചു കൊടുത്തിരുന്നു. ഈ 6 ലക്ഷം പേർക്കല്ല, കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും കിറ്റ് എത്തിക്കുകയായിരുന്നു എന്ന്. ആ രീതിയിൽ സർക്കാർ ചേർത്ത് പിടിച്ചു. എന്നാൽ പ്രയാസം നേരിട്ട ഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിനെ വരിഞ്ഞു മുറുക്കിയ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടിനെതിരെ ഒരു സമരം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തുമ്പോൾ അതിൻ്റെ കൂടെ നിൽക്കാൻ UDF തയ്യാറായോ? ആരും എംപിമാരും ആ സമരത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്നുള്ള രീതിയിൽ സംസ്ഥാന സർക്കാരിന് അനുകൂലമായി ചിന്തിക്കാതെ കേന്ദ്ര സർക്കാരിൻ്റെ കൂടെ നിൽക്കുന്ന സമീപനമാണ് അന്ന് UDF സ്വീകരിച്ചത്, UDFൻ്റെ എംപിമാർ സ്വീകരിച്ചത്. ഈ വസ്തുതയൊക്കെ മനുഷ്യർ മറന്നു പോവുകയാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ സതീശൻ എങ്ങനെയാണ് ഈ പരിപാടി നടത്തുന്നത്? സതീശൻ അധികാരത്തിൽ വരുന്നതിന് മുൻപ് പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഇടതുപക്ഷ സർക്കാരിനെ വിമർശിച്ചത്, വസ്തുത മറച്ചു വെച്ചുകൊണ്ട് വിമർശിച്ചത് 6 ലക്ഷം കോടിയോളം രൂപ കടത്തിലാണെന്നുള്ളതാണ്. അവസാനം സതീശൻ്റെ തന്നെ കണക്ക് പ്രകാരം 5,07,000 കോടിയാണെന്ന് പറഞ്ഞു. അത്രയും ഇല്ല എന്നുള്ളതാണ് വസ്തുത. അത് തന്നെയാണെങ്കിൽ പോലും സതീശൻ എന്താ പറഞ്ഞത്? ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കടമെടുക്കുന്ന പരിപാടി ആകെ നിർത്തും എന്ന് പറഞ്ഞു. എന്നിട്ട് ഖജനാവ് നിറക്കാൻ ഞങ്ങളുടെ കയ്യിൽ മറ്റു മാർഗങ്ങളുണ്ട്. അതിൽ പലതും പറഞ്ഞ കൂട്ടത്തിൽ ചിലത് ഹൈഡ് ചെയ്ത് വെച്ചു. ഇത് സസ്പെൻസ് ആണ്, സർപ്രൈസ് ആണ്, അതൊക്കെ അധികാരത്തിൽ വരുമ്പോൾ കാണാം. 102 സീറ്റിന്റെ ബലത്തിൽ സതീശൻ അധികാരത്തിൽ വന്നപ്പോൾ പിന്നെ കണ്ടതെന്താണ്? കടമെടുക്കുന്ന കാര്യത്തിൽ സർവ്വകാല റെക്കോർഡിലേക്ക് പോകുന്നു. 3 മാസം പിന്നിടുന്നുള്ളൂ. ഏഷ്യാനെറ്റിന്റെ ഒരു വാർത്തയിൽ ഇങ്ങനെ പറഞ്ഞത് 4 മാസം പിന്നിട്ടെന്നുള്ള. 4 മാസം പിന്നിട്ടില്ല. അത് ഏഷ്യാനെറ്റിന് തെറ്റിയത്. ഒരുപക്ഷെ ഇടതുപക്ഷ സർക്കാർ ഇറങ്ങിയ സമയം ആണ് കണക്കാക്കുന്നത്, ഓക്കെ. എന്നാൽ മെയ് 18 സതീശൻ അധികാരത്തിൽ വന്നത്. ഏഷ്യാനെറ്റ് ഈ വാർത്ത കൊടുക്കുന്ന സമയത്ത് 3 മാസം പോലും ആയിട്ടില്ല. ആ സമയത്ത് ഏഷ്യാനെറ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് എത്ര കോടി കടമാണെന്ന്? 26,400 കോടി കടമെടുക്കുന്നതെന്ന് ഏഷ്യാനെറ്റിന് പറയേണ്ടി വന്നു. 26,400 കോടി കടമെടുത്തുന്നത് മാത്രമല്ല, അത് സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് പരിധിയുടെ പകുതി പിന്നിട്ടു. ഒരു വർഷം കടമെടുക്കേണ്ട തുകയുടെ പകുതി 3 മാസം കൊണ്ട് തന്നെ കടമെടുത്തു. ആര്? VD സതീശൻ. എന്നിട്ട് എന്തെങ്കിലും ആയോ? പ്രതിസന്ധി തുടരുന്നു, സാമ്പത്തിക പ്രതിസന്ധി തുടരുന്നു എന്നും ഏഷ്യാനെറ്റ് തന്നെ നമ്മളോട് വിളിച്ചു പറയാം. ഇതാണ് അവസ്ഥ. ഈ അവസ്ഥയൊക്കെ മറന്നുകൊണ്ടാണ് UDFകാർ, അല്ലെങ്കിൽ മറച്ചു വെച്ചുകൊണ്ടാണ് UDFകാർ തള്ളിമറിക്കുന്നത്. ഇതാ കണ്ടോടാ ഞങ്ങളുടെ ഭൂകി എന്നുള്ള രീതിയിൽ. കഷ്ടമാണ്. മറവി മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹമാണ്, അതേ സമയത്ത് ചില അബദ്ധങ്ങളുടെ കാരണക്കാരനുമാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ആയിട്ട് വന്നത്. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.